എല്ലാ വർഷവും 4, 2, 3 അങ്ങനെ കേട്ടില്ല ഞങ്ങൾ കേട്ടു അവരൊന്ന് സമാധാനം വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് സംസാരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ ഉള്ളൂ പക്ഷേ 50 മീറ്റർ നീളം കൂട്ടി മൗത്ത് കൊല്ലം പോലെ വലുതാക്കാം. ഈ താഴെ ഇറങ്ങി കിടക്കുന്ന 90 മീറ്ററാണ് വരെ DPR ഉള്ളത്. ഈ 90 മീറ്റർ ഇല്ല, ഏകദേശം 40 മീറ്റർ അവിടെ നിന്ന് ഇറങ്ങി, ഇവിടെ 10 മീറ്റർ ഇറങ്ങി, ഇപ്പൊ 40 മീറ്റർ ഉള്ളു മാക്സിമം. ഈ വലിയ വെള്ളം ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും കയറാക്കൂല. വലിയ വെള്ളം ഇന്ന് പോയില്ല, പക്ഷെ കൊച്ചുവെള്ളമാണ് പോയത്. ഈ മണ്ണടിഞ്ഞ് കിടക്കുന്നോട് ഈ ഉള്ളിക്കടലിൽ നിന്ന് വരുന്ന കടല് തേര എപ്പോഴും പൊങ്ങും. അറിയാം, നമ്മൾ കടപ്പുറത്തേരാണ്, അറിയാലോ. ഇപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ഈ കൊച്ചുവെള്ളം ഒരു വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഈ വെള്ളം പോയപ്പോൾ 4 പേര് പോയി. പോട്ടെ, ഈ 4 വെള്ളം പോയപ്പോൾ 4 പേര് പോയപ്പോഴത്തേക്ക് ഒരാളെ ഉൾക്കടൽ 10 മാറുന്നാണ് എടുത്തത്. ഈ വെള്ളം CS സാറിന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് സാറ് ഈ അവരെ അവന്റെ കോസ്റ്റൽ പോലീസ് വന്നവരെ 10 മാർ 20 മാർ നോക്കാൻ പറഞ്ഞത്. നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് 50 മീറ്റർ നീളം കൂട്ടിയിട്ട് മൗത്ത് കൊല്ലം പോലെ വലുതാക്കണം. ഇത് എഴുതി കൊടുത്ത് കളക്ടർ ഇവിടെ വന്ന് കളക്ടർ ജോയി MLA ടെട്രാപേഡ് വലുതാക്കണം. താഴെ കിടന്ന് കല്ലെടുത്ത് വെച്ചാൽ മതി, ഇത് വലുതാക്കണ്ട. താഴെ കിടന്ന് വലുതാക്കിയിട്ട് ഈ മുതലപ്പൊഴി മരണക്കണിയായി മാറുന്നു. ഇതിന്റെ അശാസ്ത്രീയ നിർമ്മാണം എത്ര പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചു, ഒരു അധികാരികളും ഞങ്ങളുടെ പാവപ്പെട്ടവരും മരിച്ചു. നിരന്തരമായി മരണം മുതലപ്പൊഴിയില്, തിരുവനന്തപുരത്തെ മുതലപ്പൊഴിയില്, ആ മുതലപ്പൊഴിയിലുണ്ടായ അപകടത്തിന് ശേഷം മന്ത്രിമാരെ തടയുന്ന മുതലപ്പൊഴിയിലെ ജനങ്ങളെയാണ് കാണുന്നത്. ജനങ്ങൾ അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ, ജനങ്ങൾ അവരുടെ പരാതികൾ പറയുമ്പോൾ, ജനങ്ങൾ അവരുടെ വേദനകൾ പറയുമ്പോൾ, ജനങ്ങൾ അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, അവർക്ക് നഷ്ടപ്പെട്ട ജീവനെക്കുറിച്ച് പറയുമ്പോൾ മന്ത്രിമാര് പറയുന്നത് ഷോ ഒന്നും വേണ്ട. അതിലൊരു മന്ത്രിയെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, തനിച്ച് നിൽക്കാൻ വയ്യ. കൂടെയുള്ള മറ്റ് മന്ത്രിയുടെ തോളത്ത് കൈയിട്ടിട്ടാണ് നിൽക്കുന്നത്. അടിച്ച് കയറ്റിയത് എന്താണെന്നറിയില്ല. രാവിലെ തന്നെ 2 എണ്ണം വിട്ടിട്ട് 2 എണ്ണത്തിൽ ഇട്ടാൽ ഈ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല. അടിച്ച് കയറ്റിയത് 2 ഒന്നല്ല, എനിക്ക് തോന്നുന്നു ഒരു ഫുള്ള് തന്നെ തീർത്തിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത് എന്നുള്ളതാ. മാത്രമല്ല, ഒരു മന്ത്രിയുടെ വർത്തമാനം കേട്ടാൽ മനസ്സിലാകും അത് അയാളുടെ സ്വബോധത്തിൽ നിന്നുള്ളതല്ല. അപ്പൊ രാവിലെ ഒരു ഫുള്ള് തന്നെ അടിച്ചിട്ടാണ് മന്ത്രി മുതലപ്പൊഴിയിലേക്ക് പോയത്. ആ മന്ത്രി ഈ പറയുന്ന ജനങ്ങളോട് സംസാരിക്കുന്ന വിധമാണ് കേട്ടത്. ആരൊക്കെയായി മന്ത്രികള്? ഈ മന്ത്രിമാരെന്ന് പറയുന്നത് UDF സർക്കാരിലെ, അതായത് VD സതീശൻ ക്യാബിനറ്റിലെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഒരാള്, മറ്റൊരാള് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഒരാള്, മറ്റൊരാള് ഗതാഗത വകുപ്പ് മന്ത്രി ആണല്ലോ. മന്ത്രിമാരൊക്കെ വകുപ്പൊക്കെ ഇതാണ്. പക്ഷേ ഇത് UDF സർക്കാരിലെ അല്ല, VD സതീശൻ സർക്കാരിലെ അല്ല, ഇത് പിണറായി വിജയൻ സർക്കാരിലെ. ഇനി നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു വളരെ സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയേണ്ടത്, മുതലപ്പൊഴിയിൽ അന്നത്തെ
ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന തെരുവ് ഗുണ്ടക്കും ജട്ടിക്കള്ളനായിട്ടുള്ള ആന്റണി രാജുവിനും ഭക്ഷ്യമന്ത്രിയായിരുന്ന GR അനിലിനും നേരിടേണ്ട വന്ന ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുതലപ്പൊഴിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ അതിനുശേഷം മുതലപ്പൊഴിയിൽ നിന്ന് ഒരു മനുഷ്യന്റെയും ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. മനസ്സിലായില്ലേ? അതിനുശേഷം എത്ര ജീവനുകളാണ് മുതലപ്പൊഴിയിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ ഈ ജോണിന്റെ മക്കള് വല്ലാതെ രോഷം കൊള്ളുന്നത് നമ്മൾ കണ്ടു. ജോണിന്റെ മക്കളെ രോഷം എന്താണെന്ന് ഇന്നലെ ആ ജോണിന്റെ വീട്ടില് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ജോണിനെ കൊന്നതാരാ? ജോണിനെ കൊന്നത് പിണറായി വിജയനല്ലേ? ആ തൻ്റെ തന്തയെ കൊന്ന പിണറായി വിജയൻ കയറി വരുമ്പോ ഇത്ര ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ കുരച്ചുകൊണ്ടിരുന്ന ആ മകള് ഇളിച്ചോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മകൾക്ക് ഇളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പരിസര ബോധവും മകൾക്കുണ്ട്. ആരുടെ മുമ്പിൽ ഇളിക്കണം എന്നുള്ളതും അറിയാം. അപ്പോ തൻ്റെ തന്തയെ കൊന്ന കൊലയാളിക്ക് മുന്നിൽ ഇളിച്ചോണ്ട് നിൽക്കുന്ന മകളെയും നമ്മൾ കണ്ടു. ഒരു കാര്യം ഞാൻ പറയാം, ഈ ജോണും ജോണിന്റെ മകളും ഒന്നല്ല വിഷയം. മുതലപ്പൊഴിയിൽ നിരന്തരമായി ഉണ്ടാകുന്ന അപകടം എന്താണെങ്കിലും UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കും ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ജോണിന്റെ മകൾക്ക് സതീശൻ മാപ്പ് പറയണത്രേ. എന്തിന്? ജോണിനെ തന്തയെ പിണറായി വിജയൻ കൊന്നതിന് സതീശൻ മാപ്പ് പറയണമത്രേ. ഹൈസ്, സതീശനല്ല, സതീശന്റെ പട്ടി വരും മാപ്പ് പറയാൻ, അല്ലേ? ആലോചിച്ചോക്ക്. ജോണിന്റെ മകള് പറയാണ് സതീശൻ മാപ്പ് പറയണം. എന്തിനാ മാപ്പ് പറയേണ്ടത്? എന്നാ പിന്നെ സതീശ് ഈ പറയേണ്ട മാപ്പ് പറയേണ്ടത് ആരാ? യഥാർത്ഥത്തില് ആരാ മാപ്പ് പറയേണ്ടത്? സതീശനാണോ മാപ്പ് പറയേണ്ടത്? പിണറായി വിജയനല്ലേ മാപ്പ് പറയേണ്ടത്? പിണറായി വിജയൻ മുതലപ്പൊഴിയിൽ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയിരുന്നെങ്കിൽ, പിണറായി വിജയൻ ഭരണകൂടം അവിടെ അപകടം നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ, അവിടെ ഡ്രഡ്ജിങ് നടത്തി അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും മണലും എടുത്തു മാറ്റിയിരുന്നെങ്കിൽ, ഈ പറയുന്ന മുതലപ്പൊഴിയുടെ ആ മൗത്ത് എന്ന് പറയുന്ന ആ ഒരു ഏരിയ അതൊന്ന് വികസിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ അപകടം മുതലപ്പൊഴിയിൽ ഉണ്ടാവുമോ? മുതലപ്പൊഴിയിൽ നിരന്തരമായിട്ട് അപകടം ഉണ്ടാവില്ലേ? ഈ വിഷയങ്ങളൊക്കെ ശിവൻകുട്ടിയോടും GR അനിലിനോടും ആന്റണി രാജുവിനോടും മുതലപ്പൊഴിയിലെ ജനങ്ങള് ഇത്രമാത്രം വികാരാധീനരായി, അവര് അമർഷം കൊണ്ട് ദേഷ്യപ്പെട്ട് അവരിതൊക്കെ പറഞ്ഞിട്ടും അതിലൊരു ചെറുവിരൽ അനക്കാൻ കഴിയാതിരുന്ന പിണറായി വിജയനല്ലേ ജോണിന്റെ മരണത്തിന് ഉത്തരവാദി? ആ ജോണിന്റെ മരണത്തിന് ഉത്തരവാദിയായ പിണറായി വിജയൻ എന്ന് പറയുന്ന കൊലയാളിയെ മുന്നിൽ കണ്ട് നിൽക്കുമ്പോൾ ജോണിന്റെ മകൾ ഇളിക്കുകയാണ്. എന്നാ ജോണിന്റെ മകളുടെ ആവശ്യം എന്താ? ജോണിന്റെ മകളുടെ ആവശ്യം VD സതീശൻ മാപ്പ് പറയണം. എത്രേ VD സതീശൻ മാപ്പ് പറയണം. തന്തയെ കൊന്നവന്റെ മുന്നിൽ ഇളിച്ചോണ്ടിരിക്കുന്ന ജോണിന്റെ മകൾക്ക് VD സതീശൻ മാപ്പ് പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ ഈ പറയുന്ന സർക്കാർ, ഏത് സർക്കാർ? പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്തു കൂട്ടിയ ചെറ്റത്തരങ്ങൾ സഖാക്കൾക്കും അനുഭവിക്കേണ്ടി വരുന്നു. തന്തയെ നഷ്ടപ്പെട്ടിട്ടും ജോണിന്റെ മകളിന്റെ ഉള്ളിലുള്ള കനൽ തരി അടങ്ങുന്നില്ല. എന്തേ കാരണം മറ്റൊന്നല്ല, പിണറായി വിജയൻ കേരളത്തിലെ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ക്ലിഫ് ഹൗസിലുള്ള താമസം അവസാനിപ്പിച്ചിരിക്കുന്നു കേരളത്തിന്റെ ജനത. അത് കണ്ടിട്ട് ജോണിന്റെ മകൾക്ക് കുരു അങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ജോണിന്റെ മകൾക്ക് വല്ലാത്ത വിമ്മിഷ്ടം. ആലോചിക്കണം നിങ്ങള്. അപ്പോ ഈ വിമ്മിഷ്ടം എവിടെ നിന്നുണ്ടാകുന്നു? അക്ഷരാർത്ഥത്തില് ഷോഫ് വേണ്ട, ശിവൻകുട്ടിയുടെ വാക്കാ. ശിവൻകുട്ടി എന്ന് പറയുന്ന തെരുവ് ഗുണ്ട കേരളത്തിന്റെ നിയമസഭയിൽ പോയിട്ടിരിക്കാൻ അർഹതയില്ലാത്തവൻ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണോ? കേരളം ഇതിനപ്പുറം ഇനി എന്തനുഭവിക്കാനുള്ളത്? എന്നിട്ട് PM ശ്രീയിൽ പോയി ഒപ്പിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ നിലപാട് മാറ്റി, എനിക്കെന്താ പ്രശ്നം? ഇതേ കൊരക്കലായിരുന്നു മുതലപ്പൊഴിയിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളോട് ഷോ ഓഫ് വേണ്ട. ഇവൻ ആരിത് പറയാൻ? ആ ശിവൻകുട്ടി ഇന്ന് ചെലച്ചോണ്ടിരിക്കുക ഒരു ഭാഗത്തിരുന്നു കൊണ്ട്. ആ ശിവൻകുട്ടി കൂട്ടിപ്പോയ പിണറായി വിജയനും കണ്ടിട്ട് ഇന്നലെ വീണ്ടും ഈ പറയുന്ന ജോണിന്റെ മകള് പറയാ VD സതീശൻ മാപ്പ് പറയണം.
അപ്പോൾ തന്ത മരിച്ചു കിടക്കുമ്പോഴും ഉള്ളിലെ കനൽ തരി അടങ്ങാതെ ഒടുങ്ങാതെ വേദനിച്ച് വെപ്രാളപ്പെട്ട് അസ്വസ്ഥതപ്പെട്ട് സഖാക്കളെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാ അല്ലേ? തന്തയെ കിട്ടിയിട്ടില്ല. തന്തയെ കിട്ടാത്തതിൻ്റെ കാരണവും മുതലപ്പൊഴിയിൽ ഈ അപകടം ഉണ്ടാവാനുണ്ടായ കാരണവും പിണറായി വിജയനല്ലാതെ മറ്റാരാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുതലപ്പൊഴിയിൽ നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ റിക്കറിങ് ഇൻസിഡൻസുകൾ മുതലപ്പൊഴിയിൽ ഉണ്ടായിട്ടും അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ഒരു നടപടിയും എടുത്തില്ലാത്ത ഒരു സർക്കാർ ഇറങ്ങിപ്പോയി മാസങ്ങൾക്കിപ്പുറം ഒരു സഖാവിനെ തന്നെ നഷ്ടപ്പെടുമ്പോൾ മകള് പറയാണ് വി.ഡി. സതീശൻ മാപ്പ് പറയണമെന്ന്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. ആ മകൾക്ക് ഈ പറയുന്ന പിണറായി വിജയനെ കാണുമ്പോൾ ഇള്ളി വരുന്നുണ്ട്, മുഖത്ത് പുഞ്ചിരി വരുന്നുണ്ട്. കാരണം എന്താ? ഉള്ളിലെ കനൽ തരി വല്ലാതെ വേദനിക്കുക. ആ വിജയനെ ഇറക്കി വിട്ടതിൻ്റെ വേദനയിലാണ് സതീശൻ മാപ്പ് പറയണം, സതീശൻ മാപ്പ് പറയണം, സതീശൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്തയെ നഷ്ടപ്പെട്ടതിലുള്ള വേദനയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്തയെ വേദനപ്പെട്ടതിന് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തന്തയെ നഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും വേദനിക്കും. മാതാപിതാക്കളെ നഷ്ടപ്പെടുമ്പോൾ, കൂടപ്പറപ്പുകളെ നഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും വേദന ഉണ്ടാകും അല്ലേ? എന്നാൽ ഈ നഷ്ടപ്പെട്ട ആളുകൾ ചിന്തിക്കുന്നുണ്ടോ? എന്തേ ഈ GR അനിലും ഈ പറയുന്ന ശിവൻകുട്ടിയും ആന്റണി രാജുവും മുതലപ്പുഴയിൽ വന്നപ്പോൾ അവിടെ ഇവരോട് തങ്ങളുടെ വേദനകൾ പറഞ്ഞവരോട് ഈ ശിവൻകുട്ടി പറഞ്ഞത് ഷോ ഓഫ് വേണ്ട എന്നുള്ളതാ. ഓക്കെ, ഷോ ഓഫ് വേണ്ട. എന്ത് ഷോയാ ഇവരവിടെ നടത്തിയിട്ടുള്ളത്? ശിവൻകുട്ടിയും അനിലും ഈ പറയുന്ന ആന്റണി രാജുവും അവിടെ വന്നത് തന്നെ ഒരു ഷോ ഓഫ് ആയിരുന്നില്ലേ? അതിനപ്പുറം മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്താണ് ഇവരെടുത്തിട്ടുള്ളത്? ഇവരോട് കൃത്യമായിട്ട് അവിടെ എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് അവിടുത്തെ നാട്ടുകാർ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അവർ വിവരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ? അവിടെ വന്നുകൂടി അടിഞ്ഞിരിക്കുന്ന മണ്ണ്, മൗത്ത്, ഈ പറയുന്ന ചെറുതായി പോയതിൻ്റെ പ്രശ്നം ഒക്കെ പറഞ്ഞ് മന്ത്രിമാരെ ബോധ്യപ്പെടുത്തിയിട്ടും അതിന് വേണ്ട ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വന്ന പോങ്ങന്മാര്, മരവാഴകളല്ലേ ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ ക്രിമികീടങ്ങളും അല്ലേ? എന്നാണെങ്കിലും UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കും മുതലപ്പൊഴിയിൽ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നേരിടേണ്ടി വന്നിട്ടില്ല. അത് നേരിടേണ്ടി വന്നത് ഈ പറയുന്ന ശിവൻകുട്ടിക്കും ക്രിമികീടങ്ങൾക്കുമാണ് എന്നുള്ളതാണ്. അപ്പോൾ സഖാക്കൾ ഒരു മനസ്സിലാക്കേണ്ടത്, തന്ത മരിച്ചതിനുള്ള കാരണം, തന്തയെ കൊന്നത് അത് സതീശനല്ല, തന്തയെ കൊന്നത് പിണറായി വിജയനാണ് എന്നുള്ളത് സഖാക്കൾ മനസ്സിലാക്കുക.